ഹലോ ഡിയേഴ്സ്, നമ്മൾ ഏറ്റവും കൂടുതൽ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന HSA അറബിക് വിജ്ഞാപനം വന്നിരിക്കുകയാണ് PSCയുടെ. പ്രധാനമായും 14 ജില്ലകളുടെ വിജ്ഞാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 4 മേജർ ജില്ലകളുടെ വിജ്ഞാപനമാണ് വന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട HSA അറബിക്കുമായി പ്രധാനപ്പെട്ട ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, 4 ജില്ലകളിൽ HSA വിജ്ഞാപനം വന്നിരിക്കുകയാണ്. ഏതൊക്കെ ജില്ല എന്ന് പരിശോധിക്കാം. ഒന്ന്, തിരുവനന്തപുരത്ത് 3 പോസ്റ്റുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത് പാലക്കാടാണ്. പാലക്കാട് 2 പോസ്റ്റുകളാണുള്ളത്. തിരുവനന്തപുരത്ത് 3 പോസ്റ്റുകൾ, പാലക്കാടുള്ളത് 2 പോസ്റ്റുകളാണ്. കണ്ണൂർ 1, അതേപോലെ തന്നെ മലപ്പുറത്ത് 6 എണ്ണം. ടോട്ടൽ 3, 2, 5, 6, ടോട്ടൽ 12 പോസ്റ്റുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 4 ജില്ലകളിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ ഫുൾ ടൈം വിജ്ഞാപനം വന്നിരിക്കുകയാണ്. വളരെ വലിയ ഒരു സാധ്യതയായിട്ട് കുറച്ച് ഇപ്പോൾ കോവിഡിന് മുമ്പായിരുന്നു HSAയുടെ വിജ്ഞാപനവും അതിൻ്റെ റാങ്ക് ലിസ്റ്റും മറ്റൊക്കെ മുമ്പായിരുന്നു ഉണ്ടായിരുന്നത്. PSC എക്സാമൊക്കെ ഉണ്ടായിരുന്നത്. ശേഷം റാങ്ക് ലിസ്റ്റ് വന്നു, ഒരുപാട് നിയമനങ്ങൾ നടന്നു. വലിയൊരു അവസരമായിട്ട് പ്രത്യേകിച്ച് ഹൈസ്കൂൾ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയ അവസരമായിട്ടാണ് PSC വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇതിൽ 3, 2 അതേപോലെ 1 അല്ലെങ്കിൽ 6 എന്നുള്ള കൗണ്ടൊന്നും പൂർണ്ണമായും ആ ഒരു കൗണ്ടിനനുസരിച്ചല്ല ഉള്ളത്. എന്ന് വെച്ചാൽ റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ PSCയുടെ അടുക്കൽ റിപ്പോർട്ട് ചെയ്തത് മാത്രമാണ്. റിപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് അവസരങ്ങൾ ഇനിയും ഇതിൻ്റെ പിറകിലുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം. അപ്പോൾ നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഏത് ജില്ലയിലാണ് ഏറ്റവും നല്ലത് അപ്ലൈ ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. നമ്മളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപേക്ഷ ഏതിലേക്കാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഈ ഒരു കൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അപേക്ഷിക്കരുത്. നേരെ മറിച്ച് നമുക്ക് കൃത്യമായ ആസൂത്രണത്തോട് കൂടിയിട്ട് പഠിക്കാനുള്ള മത്സര ബുദ്ധിയോടുകൂടി കോമ്പറ്റീഷനോട് കൂടിയിട്ട് നമ്മൾ ഒരു ജില്ല സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ പഠിക്കാൻ തയ്യാറാവണമെന്നാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ശരി, ഇതിൻ്റെ പ്രധാനമായും 1-2 കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇതിൻ്റെ ഒരു സ്കെയിലാണ്. 41,300 പിന്നെ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 87,000 വരെ അതിൻ്റെ പിന്നെ ബേസിക്സ് പേയുടെ എൻഡ് എന്ന് പറയുന്നത് 87,000. അതിൻ്റെ സാലറി സ്കെയിലാണ്, പ്രത്യേകിച്ച് പറയേണ്ട. പക്ഷേ അത് അത്രയും വലിയൊരു സാലറിയിലേക്കുള്ളൊരു സ്കോപ്പ് നമ്മുടെ മുന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്നാണെന്ന് ചോദിച്ചാൽ 1/2/2023 അഥവാ ഫെബ്രുവരി 1 രാത്രി 12 മണി വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, HSA യോഗ്യതയുള്ള ആളുകൾ, ഇപ്പോൾ BEd അതേപോലെ BA തുടങ്ങിയിട്ടുള്ള യോഗ്യതകളാണ്. അതല്ലാത്ത ചില തത്തുല്യമായിട്ടുള്ള യോഗ്യതകളും ഉണ്ട്. ആ യോഗ്യതകളുള്ളവർ വളരെ നിർബന്ധമായിട്ടും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുവാൻ തയ്യാറാവുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വെബ്സൈറ്റിൽ കേരള PSCയുടെ തുളസി വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത ID ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ദെൻ അവിടെ വന്നിട്ടുണ്ട് ജനറൽ വിഭാഗത്തിലെ ജില്ലാ തലത്തിലുള്ള നിയമനങ്ങൾ പരിശോധിച്ചതിന് ശേഷം HSA അറബിക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി തിരഞ്ഞെടുക്കുക. അതോടൊപ്പം തന്നെ അപേക്ഷ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുക. ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷനായിട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ അപേക്ഷിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. അപ്പോൾ നമ്മൾ സാധാരണ 1-ാം തീയതിയല്ലേ, സമയം ഒരുപാടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ലാഗ് ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ലാഗായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലതും സംഭവിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം HSA യോഗ്യതയുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ പുറത്തുമുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ അറിയാത്ത ആളുകളുണ്ടാകും. അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുകയും അപേക്ഷയോടൊപ്പം തന്നെ പഠനം ആരംഭിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. കാരണം അത്രയും അധികം കോമ്പറ്റീഷൻ ആണുള്ളത്. എല്ലാവരും കൂടുതൽ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള സമയമാണ്. സാധാരണഗതിയിൽ കുറച്ച് വിഭാഗം ആളുകൾ പഠിക്കുന്നതിൽ നിന്ന് വലിയൊരു വിഭാഗം തന്നെ പഠിക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് മാറി
ആയിരിക്കുകയാണ്. അത്തരം രീതിയിൽ ഇപ്പോൾ നമ്മളുടെ തന്നെ ഫ്രീ പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഫോം ഇട്ട് തരാം. വെബിനാർ സീരീസുകൾ നമ്മളുണ്ട്. ഫ്രീ വെബിനാർ സീരീസുകൾ HSA അറബിക്കുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനുള്ള വളരെ എക്സ്പേർട്ടായ ഫാക്കൽറ്റികളുടെ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ലിങ്ക്സും ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എനിവേ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് HSAയുടെ 4 ജില്ലകളിലേക്കാണ് വിജ്ഞാപനം വന്നത്. 10 ജില്ലകളിലേക്ക് വിജ്ഞാപനം വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 4 ജില്ലകളിലേക്കും കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം ടൈറ്റായ മത്സരമായിരിക്കും ഉണ്ടാവുക. PSC ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന നമ്മുടെ വലിയ സ്വപ്നം നമ്മൾ വിചാരിച്ചാൽ വളരെ സിസ്റ്റമാറ്റിക്കൽ സ്റ്റഡിയോട് കൂടിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള വളരെ ടൈം മാനേജ്മെൻറ്റ് വെച്ചിട്ട് തെറ്റുകളില്ലാതെ റിവിഷൻ ചെയ്ത് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ റാങ്കിൽ എത്താവുന്നതേ ഉള്ളൂ എന്നതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. എന്തായാലും നമുക്ക് കിട്ടും ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന സ്വപ്നം നമുക്ക് കിട്ടും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപേക്ഷിക്കുക. അപേക്ഷയുടെ നിർദ്ദേശങ്ങളാണ്. അവസാന തീയതിയിലേക്ക് കാത്തു നിൽക്കാതിരിക്കുക. അപേക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ ആയിട്ടുള്ള നിങ്ങളുടെ തുളസി ലോഗിൻ ചെയ്ത് PSC തുളസി ലോഗിൻ ചെയ്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയും പഠിക്കാനുള്ള ഒരുക്കം നേരത്തെ തന്നെ ഒരുങ്ങാൻ തയ്യാറാവുകയും ചെയ്യുക. എനിവേ താങ്ക് യു.